ഇത് കൈ തുറക്കണല്ലോ. എന്ത് ചെയ്യും? അതിനൊക്കെ മാർഗമുണ്ട്. ഒന്നുമില്ലല്ലോ തുറക്കാൻ. വെയിറ്റ് ഇപ്പൊ ശരിയാക്കാം. അതിനിത് കംപ്ലൈന്റ് അല്ലേ? ഇതെന്ത് കാണിക്കാൻ പോണു? കൈ ഉടച്ചോ. എന്റെ ഇവൻ പിന്നെയും വന്നാ. കിട്ടി മോനെ, കിട്ടി, നമ്പർ കിട്ടി. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി ഒരു കാര്യം ചെയ്യ്. നീ ഒരു അജ്ഞാതനാണെന്നും പറഞ്ഞ് ആ ഉജാലയെ വിളിക്കും. ഉജാലല്ല, ഊർമിള. ഊർമിളയെങ്കിൽ ഊർമിള. നീ അവളെ വിളിക്കണം, എന്നിട്ട് വളയ്ക്കണം. വീണ് കഴിയുമ്പോ നീ അവളെ കാണാൻ ചെല്ലണം. എന്നിട്ട് അവളോട് പറയണം, നിന്നെ വിളിച്ചത് അജ്ഞാതൻ ഞാനാണെന്ന്. പക്ഷെ എനിക്ക് നിന്നല്ല ഇഷ്ടം, നിന്റെ കൂട്ടുകാരിയാണെന്ന്. ഇതും പറഞ്ഞ് പഞ്ചിൽ അങ്ങോട്ട് തിരിഞ്ഞിട്ട് സുരേഷ് ഗോപിയെ പോലെ നിന്റെ കൂട്ടുകാരി ഞാൻ ഇങ്ങ് എടുക്കുവാ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത്? എന്റെ സൗണ്ട് അങ്ങനെ ഓള് തിരിച്ചറിഞ്ഞല്ലോ. ഓ, അത് ശരിയാണല്ലോ. എന്നൊരു കാര്യം ചെയ്യ്, അജ്ഞാതനാണെന്ന് പറഞ്ഞ് നീ അവളെ വിളി. ഞാനാ? നീ ആകുമ്പോ അതിനൊക്കെ മിടുക. ഞാനൊന്നുമില്ല, ഞാൻ ഇങ്ങനത്തെ ചീള് കേസൊക്കെ. എന്നോട് ഇതൊക്കെ പറയണം. നിങ്ങൾക്കറിയോ, കുട്ടിക്കാലത്ത് ഞങ്ങൾ രണ്ടാളും സ്കൂളിൽ പോകുമ്പോ മിക്ക ദിവസവും കാലുവേദന എന്ന് പറഞ്ഞ് കരയും. എന്നിട്ട് ഞാൻ എന്റെ മുതുകത്ത് പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഓള് ഭയങ്കര സ്ട്രോങ്ങാ. വളയാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഈ മഴവില്ലുണ്ടല്ലേ, അത് ഈ ഭൂമി ഉണ്ടായ കാലത്ത് നേരെ ഇരുന്നാണ്. ആ മഴവില്ലിനെ വളച്ച് ഈ കൊലത്തിലാക്കിയവനാണ് ഇവൻ. എടാ, ഇവനാണ് ഒരു പെണ്ണിനെ വളയ്ക്കാൻ പാട്. നീ വിളിക്കടാ, നിന്റെ നമ്പറിൽ തന്നെ വിളിക്കും. വിളിക്കണോ? വിളിക്കണോ? ഇതൊക്കെ അരല്ലടോ. അയ്യോ, പോയി നമ്പർ വിളിക്കണ്ടല്ല. അല്ല, കയ്യിലുണ്ട്. എന്നാ ഇനി തെറ്റിക്കാതെ ഡെയിലി ഐശ്വര്യ തുടങ്ങിക്കോ. ദൈവമേ കാത്തോളേ. ഹലോ, ഊർമിളല്ലേ? അതെ, ആരാണ്? ആരാന്ന് ചോദിച്ചാ ഊർമിളയ്ക്ക് എന്നെ അറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഭൂമിയില് ഞാൻ ഊർമിളയെ സ്നേഹിക്കുന്ന പോലെ വേറെ ആരും സ്നേഹിക്കുന്നുണ്ടാവില്ല. എന്നെ സ്നേഹിക്കുന്ന ആളോ? മനസ്സിലായില്ല. അതെ, ഊർമിളയെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന ഒരജ്ഞാതൻ. ഈ കാര്യം തന്റെ മുഖത്ത് നോക്കി ഇഷ്ടമാണെന്ന് പറയാനുള്ള ചങ്കൂറ്റില്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ താനങ്ങനെ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സമയമായെന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ തന്റെ മുമ്പിൽ വരും. അതുവരെ ബൈ ഫ്രം അജ്ഞാതൻ. സംസാരിച്ചാൽ ഉഷാറായി വരുമ്പോഴേക്കും കട്ട് ചെയ്ത്. എടാ, പെണ്ണുങ്ങളുടെ സൈക്കോളജി നിനക്കറിയാഞ്ഞിട്ടാ. ഒരു പെണ്ണിനോട് ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അയാൾ ആരാണ്, എന്താണ്, എങ്ങനെയാണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി പെണ്ണുങ്ങൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് ആ കോള് നമ്മൾ പാതി വഴി കട്ട് ചെയ്യണം. അപ്പൊ അവര് തിരിച്ചു വിളിക്കും. എടുക്കരുത്, കട്ട് ചെയ്യണം. അതാ പിന്നെ വിളിക്കണേ. പിന്നെ കണ്ട, എടുക്കരുത്, കട്ട് ചെയ്യണം. എടാ, ഇന്ന് രാത്രി മുഴുവൻ അവളാ അജ്ഞാതനെ ഓർത്ത് ഇങ്ങനെ കിടക്കും. ഏതെങ്കിലും ഒരു അജ്ഞാതനായി ജനിച്ചാൽ മതിയെന്ന്. അയ്യോ, ഇതിന്റെ കുട്ടൂസിന് വേണ്ടി മാത്രം നന്നാണ് ഞാൻ. എടോ, അയാൾ ഒഴിവാക്കാൻ വേണ്ടിട്ടാ തന്നെയാന്ന് ഞാൻ ഇഷ്ടാന്ന് പറഞ്ഞത്. അല്ലാതെ കണ്ണുള്ള ഏതെങ്കിലും പെണ്ണ് തന്നെ ഇഷ്ടാന്ന് പറയോ? വെറുതെ എന്റെ പുറകെ നടന്ന് തന്റെ ജന്മം കളയല്ലേ. അപമാനിച്ചു കഴിഞ്ഞെങ്കി ഞാൻ പോയിക്കോട്ടെ. അവസാനം നമ്മൾ തമ്മിൽ കാണാൻ പോവാണ് ഊർമിള. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് ടെക്സ്റ്റൈൽസിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വെച്ച്. കൊടുത്താലുമേ ഫലം കാണുമെന്നൊന്നും ഉറപ്പില്ലടോ. മൊഴിയിൽ ചിരിയിൽ ചുവടിൽ വീണ ഇവനെ തൊടുപ്പി മധുരം. എങ്ങനെയുണ്ട്? ഒരു ഹീറോന്റെ ലുക്കില്ലേ? ഹീറോയുടെ ലുക്കൊക്കെ ഉണ്ട്. പക്ഷെ കോമാളി എന്നും കോമാളിയാണെന്നുള്ള സത്യം നീ മറക്കരുത്. അവന്റെ പോപ്പിൻസിന്റെ വണ്ടി പറഞ്ഞ ഞങ്ങളൊരു ഷർട്ടും നീ എന്തിനാ ഈ ഷർട്ടൊക്കെ ഇങ്ങനെ പുറത്തിട്ടേക്കണേ? അത് ഓളടുത്ത് പഞ്ച് ഡയലോഗ് അടിച്ച് തിരിച്ചു നടക്കുമ്പോൾ ഇങ്ങനെ ആക്കാൻ വേണ്ടിട്ടാ. അനുഗ്രഹിക്കും. വിജയ് സേതുപതി ഭവ. സേതുപതി വേണ്ട, വിജയ് മതി. ഓക്കെ ബേബി. പഞ്ചിലെങ്ങോട്ടാ? അങ്ങോട്ട്. ഓക്കെ.
മോളെ ഓർമ്മളെ, ഈ എന്തിനാണ് ആരെ കാണാനാണ് ഈ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ എല്ലാ ദിവസവും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അജ്ഞാതൻ ചിലപ്പോൾ ഈ ചിലങ്ക ബസ്സിലെ കിളിയായിരിക്കാം, അല്ലെങ്കിൽ ഈ ലോട്ടറി കടക്കാരൻ ബിജു ആയിരിക്കാം, ഒരുപക്ഷെ ആ പിച്ചക്കാരനായിരിക്കാം, അതുമല്ലെങ്കിൽ ആ പിച്ചക്കാരന് പിച്ച കൊടുത്തുകൊണ്ടിരിക്കുന്ന സച്ചി ആയിരിക്കാം, ഇവരൊന്നുമല്ലെങ്കിൽ ഒരു ലസ്സിക്കടയുടെ ഓണറായിരിക്കാം. ആ ഓണറുടെ പേര് ടിക്ടോ കുണ്ണി എന്നായിരിക്കാം. അതടി അന്നെ എല്ലാ ദിവസവും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അജ്ഞാതൻ ഞാനാ. പഞ്ചുപോയി. പക്ഷേ ഇപ്പൊ എനിക്ക് അന്നല്ല, എന്റെ ഈ കൂട്ടുകാരിനെ ഇഷ്ടം. വാ കയ്യെന്ന് വിടറ പട്ടി. തനിക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? അജ്ഞാതനോ? ഏത് അജ്ഞാതൻ? എന്നെ ആര് വിളിച്ചു? താൻ എന്ത് പിച്ചും പെയ്യി പറയണേ? തന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യരുതെന്ന്. എന്നെ വിളിച്ചോണ്ട് ആര് വിളിച്ചു? എപ്പോ വിളിച്ചു? കൊറേ വായ്നോക്കൾ ഇറങ്ങിക്കോളും പ്രേമാന്ന് പറഞ്ഞോണ്ട്. കോംപ്രമൈസ്. ഇനി നമുക്ക് ശരിക്കും പ്രേമിക്കാം. സച്ചി എന്റെ ഐഡിയ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കൊട്ടല് വരി. ഞാൻ പോവാ. പോലെ എന്നെ കൊണ്ടു. താൻ ഏത് ഉറുമയുടെ നമ്പർ ഇതേത് ഭാഷ? കഴുത്തുന്ന വിട്. ഈ ടെക്സ്റ്റൈൽസ് 2 ഉറുമിളമാരുണ്ട്. ഒന്ന് റിസപ്റ്റിച്ച ഉറുമിള, പിന്നെ കോണവെള്ള വർക്ക് ചെയ്യുന്ന ഒരു ഉറുമിള. ആ റിസപ്റ്റിച്ച ഉറുമിളയുടെ പുറകെയാണ് സഹായ ആണുങ്ങളും. മറ്റേ കൊച്ചിന്റെ പുറകെ ആരുമില്ല. അതൊരു പാവമാണ്. അതിനൊരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് വെച്ച് ചെയ്തതാണ്. കാണുന്ന പെണ്ണുങ്ങൾ കല്യാണം കൊടുക്കാൻ മാട്രിമോണിയല്ലോ, സെക്യൂരിറ്റി മണിയല്ലേ? ഇനി മേലാല് തന്നിറമ്മിന് നന്ദി കാണിച്ചു വിടറാ പന്നി. അതൊരു അമ്മായിരുന്നല്ലേ? പെണ്ണതേ പിന്നെ വിളിക്കണ്ടല്ലോ. എന്തായാലും പോയി കാണാം. എന്നിട്ട് തീരുമാനിയ കല്യാണം കഴിക്കണോ അല്ലെങ്കിൽ അമ്മ കണ്ട കൂടി പീഡിപ്പിക്കണോന്ന്. പോടോ എടുക്ക്. ഹലോ ഹലോ അജ്ഞാതൻ, ഇതെവിടെയാ? ഞാൻ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത്. ലൗഡ് സ്പീക്കർ ഉണ്ട്, ലൗഡ് സ്പീക്കർ ഉണ്ട്. ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ വന്നപ്പോഴേ ഏതോ ഒരു ഞരമ്പ് രോഗി പെൺകുട്ടികളുടെ അടുത്തൊന്ന് ആകെ പ്രശ്നം ഉണ്ടാക്കി. ലൗഡ് സ്പീക്കർ ഓഫാക്ക് ഓഫാക്ക്. അതാ ഞാൻ പിന്നെ അവിടെ നിന്ന് മാറി. ഞാൻ ആ ഫ്ലവർ ഷോപ്പിന്റെ അടുത്ത് നിൽപ്പുണ്ട്. പെട്ടെന്ന് വരുമോ? എടാ അങ്ങോട്ട് ചെല്ല്. ഇതിലങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചെന്ന് കണ്ട് ഭയങ്കര സൗന്ദര്യമുള്ള വൻ ആറ്റം കൊച്ചാണെങ്കിൽ ഞാൻ എടുത്തോളാം. ചാനപ്പൊളിക്കാണെങ്കിൽ എടുത്തോ, എനിക്ക് അങ്ങനത്തെ കോംപ്ലക്സ് ഒന്നുമില്ല. നീ ഒന്ന് പോയാ ഞാനൊന്നുമില്ല, വേറെ പണിയില്ല. ചെന്ന് കാണടോ, ഇതൊക്കെ ഒരു അരല്ലടോ. തന്റെ ഏട്ടത്തിയമ്മ ഫിക്സ് കൊള്ളലേ. ഇതെന്താ മറുകോ? അയ്യേ, വണ്ടി വിട്, വണ്ടി വിട്, വണ്ടി വിടറാ. എന്റെ കാമുകി പിന്നെ വിളിക്കുന്ന, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഒഴിവാക്കി. ഹലോ അജ്ഞാത, ഇതെവിടെയാണ്? എത്ര നേരമായി ഞാൻ നോക്കി നിൽക്കണേ? ഞാൻ അതെ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് വീട് വരെ പോകണമായിരുന്നു. നമുക്ക് നാളെ കണ്ടാ പോരെ? നിങ്ങൾ എന്നെ കണ്ടല്ലേ? നിങ്ങളിവിടെ വന്നു, എന്നെ കണ്ടു, ഇഷ്ടാവാതെ തിരിച്ചു പോയി. അല്ല, ഞാൻ എന്റെ പൊന്നു ചേട്ടാ, ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ചേട്ടനോട് പറഞ്ഞത് എന്നെ ഒന്നൊന്ന് കാണുന്നു എന്നിട്ട് തീരുമാനിക്കാൻ. അപ്പോഴാണ് ചേട്ടൻ ഒരു മുടിഞ്ഞ പ്രേമം. അല്ല, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, ചേട്ടാ, എന്നെ പോലൊരു പെണ്ണിനെ അത്ര പെട്ടെന്നൊന്നും ഒരാണിനും ഇഷ്ടാവൂല എന്ന് എനിക്കറിയാം. ചേട്ടന്റെ പേരിലൊരു തെറ്റുമില്ല. നമ്മളെ ഒന്നും ഇതുവരെ ആരും സ്നേഹിച്ചിട്ടൊന്നുമില്ല എന്ന്. അതുകൊണ്ട് ചെറുതായിട്ട് മനസ്സൊന്ന് അതൊക്കെ പോട്ടെ. ഇനി നാളെ മുതൽ ഗുഡ് മോർണിംഗ്, ചായ കുടിച്ചോ, ഉറങ്ങിയോ എന്നുള്ള മെസ്സേജ് ഒന്നും വരില്ലല്ലോ. അല്ല കുട്ടി, ഞാൻ പറയുന്നത് വെച്ചാലേ, പക്ഷെ ഒരു കാര്യമുണ്ട് ചേട്ടാ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നെ ഇഷ്ടാന്ന് പറഞ്ഞ ചേട്ടന. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ചേട്ടനെ മറക്കൂല. ഹലോ, എന്തിനാണ് വെറുതെ ആ പെണ്ണിനെ സ്നേഹിച്ച് മോഹിപ്പിച്ച് പറ്റിച്ചത്? പാവം കുട്ടി. ഒരു രക്ഷയില്ല ബിയെ. ഇന്നലെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. ഒരു പോളെ കണ്ണടച്ചാൽ
ആർക്കും ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങണമെങ്കിൽ 2 പോള അടയ്ക്കണം. അതല്ല, കണ്ണടച്ച ആ പെണ്ണിന്റെ മുഖമാണ്. നിനക്കിപ്പോ അവളോട് പ്രേമം തോന്നി തുടങ്ങി. പിയെ തന്നെ എന്നോട് ഇത് പറഞ്ഞോട്ടാ. എന്റെ ഇഷ്ടം മറ്റൊരാളും പിയൊക്കെ അറിയാല. എനിക്കിഷ്ടമൊന്നുമില്ല ആ കൊച്ചിന്. പക്ഷെ എന്റെ അമ്മ പറഞ്ഞ പോലെ ആ പെണ്ണിന്റെ ശാപം എനിക്ക് കേൾക്കൂ. ഡാ, ഒരു പെണ്ണിന്റെ ശാപം വെക്കാൻ അവര് നമ്മളെ പ്രാകണമെന്നൊന്നുമില്ല. അവരുടെ മനസ്സൊന്ന് വേദനിപ്പിച്ചാ മതി, അത് ശാപം. നീ എന്റെ കാര്യം തന്നെ കണ്ടില്ലേ? അക്കാര്യം ഓർത്ത് നരയിച്ച് ചാവുക ഞാൻ. പിയത് വീട് എന്നെ ആശ്വസിപ്പിക്കാൻ വന്നിട്ടിപ്പ വിട്ടു വിട്ടു വിട്ടു. നിന്നെ പിന്നെയും പണിക്കെടുത്താ? പട്ടി കിടന്ന് ചാവറായപ്പോ മുതലാളിയുടെ കാലിൽ വീണു. എന്നിട്ട് സമ്മതിക്കണ്ട ഇപ്പൊ എന്റെ സൗന്ദര്യം മുതലാളിയുടെ ജീവിതത്തിൽ ഒരു വിലങ്ങേടി ആവൂലെന്നും പറഞ്ഞ് മുദ്രപേപ്പറിൽ ഇത് ഒപ്പിട്ട് കൊടുത്ത്. അപ്പൊ തിരിച്ചെടുത്ത്. അല്ല, അപ്പൊ നീ അന്ന് പറഞ്ഞ നിന്റെ മാലാഖ എവിടെ പോയി? അവിടെ ടച്ച് പോയല്ല. അല്ലെങ്കിൽ ഈ മാലാഖമാരെ ആരെങ്കിലും കല്യാണം കഴിഞ്ഞായിട്ട് നിങ്ങൾ കേട്ടണ്ട. മാലാഖമാര് സാധാരണ ചെറുകടിച്ച് പറഞ്ഞു കൊപ്പിളിച്ചല്ലേ? ശരിക്കും കുപ്പിളിച്ച്. ആ പെണ്ണൊരു ബുദ്ധിയില്ലാത്തോളായിപ്പോയി. അല്ലെങ്കിൽ എന്നെ ഉപേക്ഷിക്കൂ. പിയെ, ഞാൻ ഒരു ബുദ്ധി പറയട്ടെ. പറഞ്ഞു നോക്ക്. എന്താ സച്ചി? പിയെ, ഇവനൊന്ന് നോക്കി, സൂക്ഷിച്ചു നോക്കി. അവളെ സ്നേഹിച്ച അജ്ഞാതൻ ഇവനാണെന്ന് പറഞ്ഞ് ഇവനങ്ങ് പറഞ്ഞു വിട്ടാല. ഇവനെ കണ്ട ഒറ്റ നോട്ടത്തിൽ അവള് താനെ ഒഴിഞ്ഞു പോവില്ലേ? ഓക്കരുത്തരം പറഞ്ഞ അടിച്ചതിന്റെ കാരണം ഞാൻ പൊളിക്കും കേട്ടോടാ. അവളങ്ങാനും ഇവനെ കണ്ട് ഞെട്ടി ആത്മഹത്യ ചെയ്ത് ആര് സമാനം പറയൂടാ? എന്നിട്ട് ആ ശാപം കൊണ്ട് നിന്റെ തലയെ കൊണ്ട് വെക്കാനോ? അയ്യോ വേണ്ട. ഇവന്റെ മോത്താട്ടി നിനക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു? ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഓ, സന്തോഷമായി. മാതരം. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് പിയെ എന്നൊരു വഴി പറ. നീ അവളെ ഫോൺ വിളിച്ച് ഇഷ്ടമാണെന്നൊക്കെ പറയണം. ഞാനാ? എന്നിട്ട് നിങ്ങൾ തമ്മിൽ നേരിട്ട് കാണുമ്പോ അവളെ കൊണ്ട് തന്നെ നിന്നെ ഇഷ്ടമല്ല എന്ന് പറയിപ്പിക്കണം. അവളായിട്ട് ഇഷ്ടമല്ലെന്ന് പറയുമ്പോ ആ ശാപം നിന്റെ തലേ വരൂല്ലല്ലോ. എങ്ങനെയുണ്ട്? പക്ഷെ അവൾ എന്നെ ഇഷ്ടമല്ലെന്ന് പറയണ്ടേ? ഒരു പെണ്ണിനെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിക്കാൻ 100 വഴികളുണ്ടെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയിക്കാൻ 1000 വഴികളുണ്ട്. കിട്ടി മോനെ, കിട്ടി. ഒറിജിനൽ ഊർമിള എന്റെ നമ്പർ കിട്ടി. ഓളെ കൂട്ടുകാരി എന്നാ ഇപ്പൊ തന്നെ വിളിച്ചു തുടങ്ങിയാലോ? സന്തോഷായില്ലേ? ശരിക്ക് സന്തോഷവും സമാധാനമായി. നമ്പർ ഡിലീറ്റ് ചെയ്തോളാം. മൂക്കിന്റെ പാലം പാലം പോലെയായി. നീ അവളെ വിളിച്ച് കാര്യം പറ. വിളിക്കല്ലേ? ധൈര്യമായിട്ട് വിളിക്കേ. ഇത് തീർന്നില്ലേ? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളെ തമിഴ് സിനിമയിലെ ചണ്ടയല്ല, അയാൾ വാള് വെച്ചതാ. ഞാൻ അതിന്റെ പേരിൽ 10 ടാറ്റാസമോ കൊണ്ടുവന്ന് തമ്മിലിടിപ്പിച്ച് തെങ്ങിന്റെ മോളെ പറത്തിക്കരുത് പ്ലീസ്. ഹലോ അജ്ഞാതൻ. ഈ വിളി ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല, പ്രതീക്ഷിച്ചില്ല. എന്താ കാര്യം? എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളിത് എന്തറിഞ്ഞിട്ടാ പറയുന്നേ? ഇഷ്ടം നിങ്ങളോട് ഞാൻ എല്ലാം പറഞ്ഞല്ലേ. തനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് എന്റെ മുഖത്ത് നോക്കിയാൽ ഇഷ്ടാന്ന് പറ. ഒന്ന് നിർത്തണ്ടോ? ശരിയാ, തന്നെ ഞാനന്ന് കണ്ടിരുന്നു. പക്ഷെ ഞാനന്ന് തിരിച്ചു പോയത് താൻ പറഞ്ഞ പോലെ തൻ്റെ മുഖം കണ്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ടൊന്നുമില്ല. എൻ്റെ വീട്ടിലൊരു ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോയതാ. പിന്നെ തൻ്റെ മുഖത്തിന് എന്ത് ഇത്ര വലിയ കുഴപ്പം? ആ വലിയ മറുകുള്ളതോ? അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്കും എൻ്റെതായ കുറവുണ്ടല്ലോ. ആ 2 കുറവും കൂടി വെട്ടിപ്പോയെന്നങ്ങ് വിചാരിച്ചാൽ മതി. പിന്നെ എനിക്കിനി ഒന്നും പറയാനില്ല. എനിക്ക് തന്നെ ഇഷ്ടമാണ്. അത് തന്നെ മുഖത്തൊക്കെ ഞാൻ പറയുകയും ചെയ്യും. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. ഇത്തിരി കൂടിപ്പോയാ.